സ്വാഗതം നാട്ടുമനിലേക്ക്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം സുരേന്ദ്രനെ കുറിച്ചിട്ട്. ഈ മുതല് മീഡിയന്റെ മുമ്പിലേക്ക് വരുന്നതിനെ ഇല്ലേ, വർഗീയ വിഷം ഛർദ്ദിക്കാൻ വേണ്ടി മാത്രം വെറും മുസ്ലിം വിരോധം വെച്ച് സുരേന്ദ്ര ഒരു മനുഷ്യനെ ജീവിച്ചെങ്കിൽ ആകെ എത്ര ജീവിക്കും സുരേന്ദ്ര? 70-80 വയസ്സ് വരെ. നിന്റെ ഏകദേശം 50-അടുക്കായില്ലേ നിന്റെ ഏജ്? എന്തിനിങ്ങനെ വർഗീയം വെച്ചിട്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കുന്നത്? നിന്നെ കുറിച്ച് മനസ്സിലായിട്ട് ആൾക്കാർ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് നിനക്ക് അറിയാഞ്ഞിട്ട് ഈ കുറേ ആളുകൾ ഇതേപോലെ നിന്റെ ഈ വിഷം മാതിരി ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത് വിചാരിക്കുമ്പോൾ നീ വിചാരിക്കും നീ പറയുന്നതാണ് ശരി എന്നുള്ളത്. അല്ല സുരേന്ദ്ര, നിന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. മുസ്ലിങ്ങൾക്ക് ഓൾറെഡി നിന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നീ എങ്ങനത്തെ ആളാണെന്നും നീ ഏത് തരത്തിലാണെന്നും. നീ നിന്റെ ലാഭം മാത്രം സുരേന്ദ്ര നോക്കുന്നത്. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചൂടെ? മനുഷ്യനായിട്ട് കണ്ടൂടെ? നീ എന്തിനിങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത്? അതായത് എല്ലാ മതസ്ഥരെ അപ്പുറം ഇപ്പുറം വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കേരളത്തിൽ എത്ര നല്ല രീതിയിൽ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുവും ജീവിച്ചുകൊണ്ടുണ്ടായിരുന്നത് തോളോട് തോള് ചേർന്ന്. അതിനെ ഇന്ന് ഈ നിലയിൽ ആക്കുന്നതിൽ പ്രധാന പങ്ക് നീ വഹിച്ചില്ലേ? നീ എന്ന് നന്നാവും? എനിക്ക് തോന്നില്ല നിന്റെ ഈ സ്വഭാവം കൊണ്ട് നന്നാവും എന്നുള്ളത്. ഒന്ന് മാറി ചിന്തിക്ക് സുരേന്ദ്ര.